ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ നോമ്പിൻ്റെ ഈ ഒരാഴ്ചക്കാലം കുറേയേറെ കാരുണ്യപ്രവൃത്തികൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വളരെ പ്രത്യേകമായി കരുണയുടെ ജപമാല ചൊല്ലിയും കൂടുതൽ അർത്ഥവത്താക്കാം. സ്നേഹം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് പ്രകടമാകേണ്ടത്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. കാരുണ്യപ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാം ഈ ഒരാഴ്ച സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ വിൻസെൻ്റ് പോളിനെ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. വിശുദ്ധ വിൻസെൻ്റ് പോൾ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ ദരിദ്രരുടെ അടുക്കലേക്ക് പോയാൽ മതിയെന്ന്. ലോകം മുഴുവനുമുള്ള ദരിദ്രരെയും രോഗികളെയും പാവപ്പെട്ടവരെയും നമുക്ക് പ്രത്യേകമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സമ്പാദ്യത്തിൻ്റെയോ കഴിവിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഒക്കെ ഒരു പങ്ക് അവരുമായി പങ്കുവെച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ആ കരുണയുടെ ഭാവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അങ്ങനെ ഈ ഒരാഴ്ചക്കാലം കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും കലവറയായി മാറട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.